നമസ്കാരം. ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ഓരോ ദിവസവും ശബരിമലയെക്കുറിച്ച് അറിയുന്ന കേട്ടാൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ തല കുനിഞ്ഞു പോവുകയാണ്. ഇത്രയും പ്രമുഖമായ പ്രമാദമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും കൊള്ളയടിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്? പ്രഭാവലയത്തിലിരിക്കുന്ന വസ്തുക്കൾ, മേൽക്കൂരയിലിരിക്കുന്ന വസ്തുക്കൾ, അങ്ങനെ തുടങ്ങി ധാരാളം വസ്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇത്രമാത്രം വസ്തുക്കൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ കണക്ക് എന്താണെന്നറിയില്ല. എന്തായാലും ഇത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഡിമാൻഡുകൾ ഇതൊന്നും സുഭാഷിതൻ ചാനലിലെയോ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിന്റെയോ ഡിമാൻഡ് അല്ല. പക്ഷെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന രണ്ട് ഡിമാൻഡുകളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒന്ന്, മുഖ്യമന്ത്രി തന്നെ പറയുന്നു സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ സോണിയാഗാന്ധിയിൽ നിന്ന് മൊഴിയെടുക്കണം. ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ കുറ്റവാളി സ്വഭാവത്തിലേക്ക് പോകും. മൊഴിയെടുക്കണം, തീർച്ചയായും മൊഴിയെടുക്കേണ്ടതാണ്. ആന്റണിയിൽ നിന്ന് മൊഴിയെടുക്കാൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശിൽ നിന്ന് മൊഴിയെടുക്കാനും SIT തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അടൂർ പ്രകാശിൽ നിന്ന് മൊഴിയെടുക്കുന്നു, ആന്റണിയിൽ മൊഴിയെടുത്തു കഴിഞ്ഞാൽ സോണിയാഗാന്ധിയുടെ മൊഴി എടുക്കണം. മാത്രമല്ല, സോണിയാഗാന്ധിയുടെ സഹോദരിക്ക്, കറക്റ്റ് സഹോദരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ബന്ധത്തിലുള്ളവർക്ക് അനിയത്തിയാണെന്നാണ് പറയുന്നത്, ഇറ്റലിയിൽ ആന്റിക്വിഡ്സിന്റെ ബിസിനസ് ഉണ്ട്. ആ ഇറ്റലിയിൽ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചിരുന്നു, ജർമ്മനിയിൽ സന്ദർശിച്ചിരുന്നു, കുറേ രാജ്യങ്ങൾ, നമ്മൾ വേറെ വീഡിയോ ചെയ്യാം അദ്ദേഹം എവിടെയൊക്കെ പോയി, എന്തിനു പോയി എന്നുള്ളത്. അപ്പൊ ഇതാണ് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, നമ്മൾ ആംബുലൻസ് കൊടുക്കുന്ന ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്തു നിന്നിട്ടുള്ള ആളാണ്. എൻ്റെ ഒരു പുസ്തകം റിലീസ് ചെയ്തത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജും മുഖ്യമന്ത്രിയുടെ പ്രവർത്തികളും ചിരിയുമെല്ലാം അടുത്തു നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരെയെങ്കിലും മുഖത്ത് നോക്കി ചിരിക്കണമെങ്കിൽ ഒരു പരിചയത്തിന്റെ ആവശ്യമുണ്ട്. അല്ല, ആരായാലും, മന്ത്രിമാരാരായാലും അങ്ങനെ തന്നെയാണല്ലോ. അടുത്ത് നിൽക്കുന്ന ആളിന്, അല്ലെങ്കിൽ അങ്ങോട്ട് ചിരിച്ചാലും ചിരിക്കത്തില്ല, അഥവാ ചിലപ്പോൾ ചിലർ ചിരിക്കും, വളരെ അപൂർവ ആളുകൾ ചിരിക്കും, ചിലരാണെങ്കിൽ സൗഹൃദം കൂടും. പക്ഷേ ആംബുലൻസ് കൊടുക്കുന്ന ഫംഗ്ഷനിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുഖ്യമന്ത്രിയുടെയും ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം അവർക്കൊരു കേവലം ഒരു ആംബുലൻസ് കൊടുക്കുന്ന ആ സമയത്തുള്ളൊരു പരിചയമല്ല, കൃത്യമായ മുൻകൂട്ടിയുള്ള പരിചയമുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രൻ കത്ത് കൊടുത്തിരിക്കുന്നു. അപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ കത്ത് കൊടുക്കുന്നതിന് മുഖ്യമന്ത്രി ഓഫീസ് ഇടപെട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് കണ്ടകത്തിൽ ശനിയാണെന്നും ഹേതുവിന്റെ അപഹാരമുണ്ടെന്നും ഉള്ളതിന്റെ കാരണത്താൽ മുഖ്യമന്ത്രിയുടെ അവിടെ റിസോർട്ടിൽ, കണ്ണൂരിലെ റിസോർട്ടിൽ 3 ദിവസം പൂജ നടന്നു. ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു, സദ്യ കൊടുക്കണം. അപ്പൊ ശബരിമലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ഒരു ഉപദേശം, ജ്യോതിഷ ഉപദേശം മുഖ്യമന്ത്രി കിട്ടിയിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിൽ ശബരിമലയെ തന്ത്രിയെയോ പോറ്റിയെയോ ബന്ധപ്പെട്ടപ്പോൾ, അത് കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടപ്പോൾ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരിക്കുമോ അങ്ങോട്ട്, നമ്മളിന്ന് കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരിക്കുമോ അങ്ങോട്ടേക്ക് ക്ലിഫ് ഹൗസിൽ അയച്ചതും മുഖ്യമന്ത്രിയുമായി കണക്ട് ചെയ്തതും? അങ്ങനെയാണെങ്കിൽ വളരെ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയുമായുള്ള ബന്ധം, മുഖ്യമന്ത്രിക്കുള്ള ബന്ധം അറിയാൻ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ മൊഴിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ മൊഴിയെടുക്കണം. CPM ആവശ്യപ്പെടുന്നത് സോണിയാഗാന്ധിയുടെ മൊഴിയെടുക്കണമെന്നാണ്. പിന്നെ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്, MM ഹസനെ പോലുള്ളവർ ആവശ്യപ്പെടുന്നത്, രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കണമെന്നാണ്. അപ്പൊ നമ്മുടെ അഭിപ്രായമല്ല, ഇത് രണ്ടുപേരുടെയും മൊഴി എടുക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാത്രമല്ല, തന്ത്രി ഇപ്പോഴും ഒളിവിൽ നിൽക്കുകയാണ്. തന്ത്രിയെ ഒളിവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ തന്ത്രിയെ BJP സംരക്ഷിക്കുന്നു എന്നുള്ളൊരു വാദം വലിയ തോതിലാണ് കിടക്കുന്നത്. എന്തായാലും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ, നല്ലതോ ചീത്തയോ, ഒരു വലിയ BJP നേതാവിന്റെ പടമോ ചിത്രമോ ഒന്നും ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധപ്പെടുത്തി വരുന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് അവർ ഹിന്ദു വിശ്വാസങ്ങളിൽ കൂടുതലുള്ള ആളുകളായതുകൊണ്ട് ഈ പോറ്റി അവരെയൊക്കെ പോയി സ്വാധീനിക്കേണ്ടത്. പക്ഷെ എന്തുകൊണ്ടോ അത് സ്വാധീനിച്ചിട്ടില്ല. സോണിയാഗാന്ധിയുടെ ലെവലിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ അടുത്തോ JP നദ്ദയുടെ അടുത്തോ, അല്ലെങ്കിൽ പിന്നെ അമിത്ഷായൊക്കെ ഭയങ്കര വിശ്വാസിയാണ്. അവിടെ ഗുജറാത്തിലൊക്കെ സ്വന്തമായ ക്ഷേത്രമൊക്കെ ഉള്ളവരാണ്. അപ്പോൾ സ്വന്തമായ ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരെ ഫാമിലിക്ക്, അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബമായതുകൊണ്ട് ആ ക്ഷേത്രത്തിൽ പോയി പൂജയ്ക്കൊക്കെ സഹായിക്കുന്ന ഒരു സാറിനെ എനിക്കറിയാമല്ലോ. സാർ ഇപ്പോൾ മരിച്ചുപോയി, കിളിമാനൂരുള്ളതായിരുന്നു, അവിടെ പിന്നെ ജ്യോതിഷ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ വളരെ വലിയ ഒരു സംവിധാനമാണ്. അപ്പോൾ അവരുടെ ആരുടെടുത്തും എന്തായാലും ചെന്നിട്ടില്ല പോറ്റി, ഒരു ചിത്രവും പുറത്തു വന്നില്ല. എങ്കിൽ പിന്നെ ഇതിന്റെ വിവാദം മറ്റൊരു തരത്തിലേക്ക് മാറുമായിരുന്നു. എന്തായാലും സോണിയാഗാന്ധിയുടെ അടുത്ത് എങ്ങനെ എത്തി, അവരുടെ കയ്യിൽ എങ്ങനെ ചരട് കെട്ടാൻ പറ്റി, അല്ലെങ്കിൽ സ്വർണ്ണമാല എന്താണ് കെട്ടിയത്, അതെങ്ങനെ കെട്ടാൻ പറ്റി എന്നുള്ളതൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിയെയും അടുത്ത ദിവസങ്ങളിൽ
SIT പോയി. ഒരുപാട് പ്രോട്ടോക്കോളൊക്കെ ഉള്ളതാണ്. Z കാറ്റഗറിയിൽ വരുന്നവരാണ് മാഡം. അവർ വലിയ നേതാവാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഈ വിഷയത്തിൽ മറ്റൊന്നും ചെയ്യാനില്ല. അവരെയും കൂടി ചോദ്യം ചെയ്യുകയോ മൊഴിയെടുക്കുകയോ വേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ മൊഴിയും എടുക്കേണ്ടി വേണ്ടി വരും. അപ്പൊ ഇത് ഒരു വശത്ത്. പിന്നെ തന്ത്രിയുടെ കാര്യം ഞാൻ പറഞ്ഞു. തന്ത്രിയെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം ഇത്രയും അകത്തുള്ള, അത് പുറത്ത് കട്ടളപ്പാളിയും അല്ലെങ്കിൽ വാതിലും പോട്ടെ, അത് ഒന്നുകിലെങ്കിലും പുറത്തോട്ടിരിക്കുന്നതാണ്. അകത്തുള്ള, ഏറ്റവും അകത്തുള്ള പ്രഭാവലയത്തിലുള്ള വിഗ്രഹത്തിന്റെ പ്രഭാവലയത്തിൽ വച്ചിരിക്കുന്ന സ്വർണം എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് തന്ത്രി അറിയാതെ, തന്ത്രിക്ക് അതിൽ പങ്കില്ലാതെ അതെടുത്ത് മാറ്റില്ല. അപ്പോൾ അതുൾപ്പെടെയുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. കുറുവ സംഘങ്ങളെ പോലും നാണിപ്പിക്കുന്ന, വീരപ്പനെ നാണിപ്പിക്കുന്ന, തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലെ കള്ളന്മാരെല്ലാം നാണിച്ച് അന്തം വിട്ട് കേരളത്തിലേക്ക് വന്ന് ക്ലിഫ് ഹൗസിലും മന്ത്രി ഓഫീസിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് റൂമെടുത്ത് എവരിൽ നിന്ന് ഇത് പഠിച്ചാൽ എന്തെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് നാണം കെടുന്ന, ലോക മനസ്സാക്ഷിയുടെ മുന്നിൽ, ലോക മലയാളിയുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുന്ന, തല കുനിഞ്ഞു നിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്കാണ് ഇത് എന്നിട്ടും നാണവും ഉളുപ്പും ലവലേശമില്ലാതെ വന്നിരുന്ന് ചാനലിൽ മെഴുകി മറിക്കുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. ഒരു പൗരൻ എന്നുള്ള നിലയിലും ഈ സമാജത്തിലൊക്കെ ജനിച്ചുപോയ ആളെന്നുള്ള നിലയിലും, ഹിന്ദു സമാജത്തിൽ ജനിച്ച ആളെന്നുള്ള നിലയിലും വലിയ സങ്കടമുണ്ട്. SIT നോക്കുന്നില്ലേ? പറയണ കേട്ടാ തോന്നും കേരള സർക്കാർ 7 വർഷമായി അവിടെ നടന്ന, 8 വർഷമായി അവിടെ നടന്ന ഈ കൊള്ളയെ കേരള സർക്കാർ തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് വിജിലൻസിനെ ഏൽപ്പിച്ചതുപോലെ തോന്നും. അല്ല. അവിടെ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വിജിലൻസ് ഓഫീസർ എഴുതിയ ഒരു നോട്ട് യാദൃശ്യമായി എന്താണ് ഹൈക്കോടതി ബെഞ്ചിന്, ദേവസ്വം ബെഞ്ചിന്റെ ജഡ്ജിമാർക്ക് കിട്ടുകയും ഈ ഒരു ഉൾവിളി പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചില അബദ്ധങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തു. അത് ഭഗവാൻ അയ്യപ്പൻ പറയിച്ചതായിരിക്കും, അയാളെ കൊണ്ട് സാത്താൻ നിന്ന സമയത്ത് പറഞ്ഞതായിരിക്കും, വിളിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഒരു വളരെ ചെറിയ ഒരു മൈക്രോ ലെവൽ തലമുടി നാഴിഴയുള്ള ഒരു ത്രെഡിൽ നിന്ന് തുടങ്ങിയ ഒരു വിഷയമാണ് ഇത്രയും വലിയ കൊള്ളയായി മാറിയിരിക്കുന്നത്. ആ ക്ഷേത്രം തന്നെ മേൽക്കൂരയോടുകൂടി അടിവാരത്തോടുകൂടി എടുത്തുകൊണ്ട് പോയെങ്കിലും ആരും അറിയില്ലായിരുന്നു എന്നുള്ള നിലയിൽ ഇത്രയും ചെയ്തിട്ടും അതിനെ ന്യായീകരിക്കുന്ന സമുദായ നേതാക്കൾ ഉള്ളൊരു നാട്ടിൽ ചരിത്രം, നാളത്തെ കുഞ്ഞുങ്ങൾ വന്ന് ചരിത്രം എഴുതുമ്പോൾ, ശബരിമലയിൽ 1950 ശബരിമല കത്തിക്കുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നതെന്ന് ചോദിക്കുന്നത് പോലെ 2018 മുതൽ 19 മുതൽ 2025 വരെ വിവിധ ഘട്ടങ്ങളിൽ കേരളത്തിലെ ശബരിമല അയ്യന്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയപ്പോൾ, അവിടെയുള്ള സകല വിഗ്രഹങ്ങളും എടുത്തു മാറ്റിയപ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി എന്നും ആരായിരുന്നു ദേവസ്വം മന്ത്രി എന്നുമൊക്കെ നാളത്തെ ചരിത്രം എഴുതും. അവിടെ കുനിഞ്ഞു മാത്രമേ നമ്മുടെ സംവിധാനങ്ങൾ നിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് അടിയന്തിരമായി തെറ്റ് ചെയ്തവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കണം, തെറ്റ് ചെയ്തവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ഗോവിന്ദമാഷൊന്നും ഒരു കാര്യം പറയുന്നിടത്ത് കാര്യമില്ല. വളരെ കൃത്യമായി ഇത് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അയ്യപ്പനും പുറക്കില്ല. ഇനി ഇത് വലിയ രൂപത്തിലേക്കായിരിക്കും കാര്യങ്ങൾ മാറുന്നത്.